വളരെ സജീവമായ ഒരു വാർത്താ പകലിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ പ്രധാന വാർത്തകളും നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് അടുത്ത ഒരു മണിക്കൂറിൽ പ്രൈം ടൈം ന്യൂസിൽ. ഞാൻ എസ് വിജയകുമാർ. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. BBC ഡോക്യുമെന്ററിയിൽ വിവാദം തുടരുന്നു. ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിനെ ചൊല്ലി ഡൽഹി ജാമിയ മിലിയ സർവകലാശാലയിൽ സംഘർഷ സാഹചര്യം തുടരുകയാണ്. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് സർവകലാശാല. പ്രതിഷേധിച്ച നിരവധി വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായി. ക്യാമ്പസ് അടച്ചു. ഡോക്യുമെന്ററി പ്രദർശനം ഇന്നുണ്ടാകില്ല. എന്നാൽ പ്രതിഷേധം തുടരുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. നിതിൻ അംബുജനാണ് ജാമിയ മിലിയ സർവകലാശാലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളുമായി ചേരുന്നത്. നിതിൻ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇന്ന് ഡോക്യുമെന്ററി പ്രദർശനം ഉണ്ടാകില്ല. നേതാക്കന്മാരൊക്കെ കരുതൽ തടങ്കലിലാണെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? നേരത്തെ നമ്മൾ കാണുമ്പോൾ സർവകലാശാല ഏതാണ്ട് ഒരു ഡൽഹി പോലീസിന്റെ വിവിധ യൂണിറ്റുകൾ വളഞ്ഞ അവസ്ഥയിലായിരുന്നു. സാഹചര്യം തുടരുകയാണോ ഇപ്പോഴും അങ്ങനെ തന്നെ? ബിജുമാർ, വൈകിട്ട് 3:30 ശേഷം ഞാൻ ഈ നിൽക്കുന്ന ജാമിയ മിലിയ സർവകലാശാലയിലെ എല്ലാ ഗേറ്റുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും പൂട്ടിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എല്ലാ ഗേറ്റുകളും പൂട്ടി വിദ്യാർത്ഥികളെ പുറത്തേക്കും പുറത്തുള്ള വിദ്യാർത്ഥികളെ അകത്തേക്കും കടത്തിവിട്ടിരുന്നില്ല. നിലവിലിപ്പോൾ സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്ത് കൂട്ടം കൂടി നിൽക്കുകയാണ്. SFI അറിയിച്ചിരിക്കുന്നത് ഇന്ന് പ്രദർശനം ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ പ്രതിഷേധം തുടരുമെന്നും SFI അറിയിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് പ്രകാരം JNUവിൽ നിന്ന് കൂടുതൽ SFI പ്രവർത്തകർ ജാമിയ മിലിയ സർവകലാശാലയിലേക്ക് എത്തുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFI തീരുമാനം. എന്തായാലും ഞാൻ ഈ നിൽക്കുന്ന ജാമിയ മിലിയ സർവകലാശാലയിലെ 8ാം നമ്പർ ഗേറ്റിലാണ് ഇത്തരത്തിലൊരു പ്രദർശനം നടത്താൻ നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ ആ മേഖലയിലെ വൈദ്യുതി നേരത്തെ വിച്ഛേദിച്ചിരുന്നു, ഇന്റർനെറ്റും വിച്ഛേദിച്ചിരുന്നു. 8ാം നമ്പർ ഗേറ്റിലെ ലോണിൽ വെച്ചുകൊണ്ട് പ്രദർശനം നടത്താനായി തീരുമാനം. അതോടൊപ്പം തന്നെ കടന്നുപോകുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ ബാഗുകൾ പരിശോധിച്ചു, ലാപ്ടോപ്പ് അടക്കമുണ്ടോ എന്ന് പരിശോധിച്ചു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം JNUവിൽ ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ ഫോണും ഉപയോഗിച്ചായിരുന്നു പ്രദർശനം നടത്തിയത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ വലിയ സുരക്ഷാ വലയത്തിലാണ് പോലീസ് ജാമിയ മിലിയ സർവകലാശാലയുള്ളത്. ഡൽഹി പോലീസിന്റെ വിവിധ യൂണിറ്റുകളുടെ ഭാഗത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളടക്കം ഏകദേശം 11ഓളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെയാണ് SFI നേതാക്കളെ അടക്കം കരുതൽ തടങ്കിൽ വെച്ചത്. അതിനുശേഷം SFI നേതാക്കൾ തൊട്ടടുത്തുള്ള സുഖ്ദേവ് എന്ന മെട്രോ സ്റ്റേഷൻ സമീപത്തുകൊണ്ടും പ്രതിഷേധം ആരംഭിച്ചു. അതിനുശേഷം പ്രതിഷേധിച്ച് ഇവിടെ എത്തിയ വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും ഏകദേശം ഒരു മണിക്കൂറോളം വലിയ സംഘർഷം നിലനിന്ന ഒരു മേഖല കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളടക്കം SFI പ്രവർത്തകർ ഇവിടെ എത്തിക്കൊണ്ട് പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചത്. അല്പസമയത്ത് തന്നെ SFI നേതാക്കൾ യോഗം ചേർന്നുകൊണ്ട് പ്രദർശനം എപ്പോൾ നടത്തണം എന്നുള്ളൊരു തീരുമാനം സ്വീകരിക്കും. എന്തായാലും രാജ്യത്തെ എല്ലാ ക്യാമ്പസുകളിലും പ്രദർശനം നടത്താനാണ് SFI തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് JNUവിന് പിന്നാലെ ജാമിയ മിലിയ സർവകലാശാലയിലും BBC ഡോക്യുമെന്ററി പ്രദർശനം നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും നിലവിലിപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ പോലീസ് ഒരു പരിധിവരെ മാറ്റിയിരുന്നു. പക്ഷേ വിവിധ ഗേറ്റുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്തും വലിയ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ ഭാഗത്തും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു സാഹചര്യം പോലീസ് കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ജാമിയ മിലിയ സർവകലാശാല. എന്തായാലും അവിടെ തുടരുക. എന്താണ് അവിടുത്തെ അടുത്ത മണിക്കൂറുകളിലെ സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കണം. ഇന്നലെ എനിക്ക് തോന്നുന്നു JNUവിലെ പ്രതിഷേധം രാത്രി 2 മണി വരെ അല്ലെ? ബസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഏതാണ്ട് താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടത് 2 മണിയോടെയാണ് അല്ലെ? അത്രയും സമയം നമ്മൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള. മറ്റൊരു പ്രധാന വാർത്ത നമ്മൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടത് അനിൽ ആന്റണിയുടെ രാജിയാണ് അല്ലേ? അതെ, കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു അനിൽ ആന്റണി ഒരു രാഷ്ട്രീയ വിഷയത്തിൽ സ്വന്തമായൊരു നിലപാട് പറയുന്നത് ആദ്യമായാണ്. ആ നിലപാട് പറഞ്ഞതിന് ശേഷം അത് വിവാദമാകുന്നു, വിമർശനങ്ങൾ ഉയരുന്നു. ആ വിമർശനങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെക്കുന്നു. അതാണ് ഇന്ന് സംഭവിച്ചത്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ BBC ഡോക്യുമെന്ററി വിവാദത്തിൽ പാർട്ടി പദവികൾ രാജിവെച്ച് AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി. കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്നവർക്ക് ഇരട്ടത്താപ്പാണെന്ന് കുറ്റപ്പെടുത്തിയാണ് അനിൽ ആന്റണിയുടെ രാജി. ദേശീയ സംസ്ഥാന തലങ്ങളിൽ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചാണ് അനിൽ ആന്റണിയുടെ ട്വീറ്റ്. അഭിപ്രായ സ്വാതന്ത്ര്യം പരിരക്ഷിക്കപ്പെടാത്ത സാഹചര്യം പാർട്ടിയിലുണ്ടെന്ന് ട്വീറ്റ് ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ പാർട്ടി വിരുദ്ധ നിലപാടുകളൊന്നും താൻ സ്വീകരിച്ചിട്ടില്ലെന്ന് അനിൽ ആന്റണി വ്യക്തമാക്കി. പാർട്ടിയിൽ ചില വിഭാഗങ്ങൾ താനടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി ശ്രമിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നയത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ
നാഷണൽ ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ കോർ ഇൻട്രസ്റ്റ്, അതിന് മുകളിൽ ഒരു രാഷ്ട്രീയവും പാടില്ല എന്ന ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു വളച്ച് മോശമായ ഒരു രീതിയിൽ അതിനെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്കെതിരെ നടപടിയെടുക്കും, അല്ലെങ്കിൽ എന്നെ പുറത്താക്കും, അല്ലെങ്കിൽ പല ഭീഷണികൾ. AK ആന്റണി രാജ്യസഭാംഗത്വം ഒഴിഞ്ഞത് മുതൽ മകൻ അനിൽ ആന്റണിക്കെതിരായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ശശി തരൂരിനോട് പുലർത്തിയ അനുഭാവം അനിലിനെതിരായ വിമർശനങ്ങളെ ശക്തമാക്കി. ഇതിനെല്ലാം തുടർച്ചയായി ഇന്നലെ അനിൽ BBC പരമ്പര വിഷയത്തിൽ നടത്തിയ ട്വീറ്റ് എതിർവിഭാഗം ആയുധമാക്കുകയായിരുന്നു. ഇറാഖ് വിഷയത്തിൽ യുദ്ധത്തിന് കാരണമായത് BBC-യുടെ വാർത്താ സമീപനം ആണെന്നതായിരുന്നു ഇന്നലെ ട്വീറ്റിൽ അനിലിന്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BBC-യുടെ നീക്കങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നായിരുന്നു അനിൽ ആന്റണിയുടെ ആരോപണം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഈ വിഷയത്തിൽ വളരെ സജീവമായ ചർച്ച കോൺഗ്രസിനകത്തും പുറത്തും ഇന്ന് നടന്നു. നമ്മൾ ചില പ്രതികരണങ്ങളിലേക്കാണ് കടക്കുന്നത്. അനിൽ കെ ആന്റണിയുടെ രാജി തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന അഭിപ്രായം തള്ളി ഡോക്ടർ ശശി തരൂർ എംപിയും രംഗത്തെത്തി. അനിലിന്റെ രാജി രാഷ്ട്രീയ അനിവാര്യതയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. നേതൃത്വത്തിന് ചിന്താശേഷിയില്ലെങ്കിൽ ഇനിയും അനിലുമാറുണ്ടാകുമെന്ന് കെ സുരേന്ദ്രൻ പരിഹസിച്ചു. എന്നാൽ രാജിയെക്കുറിച്ച് പ്രതികരിക്കാൻ AK ആന്റണി തയ്യാറായില്ല. പ്രസ്താവന പാർട്ടി നയമല്ലെന്ന് പറഞ്ഞ് അനിൽ കെ ആന്റണിയുടെ പ്രസ്താവനയെ വ്യക്തിപരമാക്കിയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ല, അദ്ദേഹം അത് രാജിവെച്ചത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം കോൺഗ്രസിന്റെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. KPCC പ്രസിഡന്റ് തന്നെ ഇന്നലെ അത് വളരെ വ്യക്തമാക്കിയുണ്ടായി. അപ്പം അതനുസരിച്ചിട്ട് പിന്നെ അദ്ദേഹം ഒരു പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിച്ചിട്ട് പിന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതേസമയം അത്ര ദുർബലമാണോ നമ്മുടെ പരമാധികാരമെന്ന് ചോദിച്ചാണ് ഡോക്ടർ ശശി തരൂർ MP അനിൽ കെ ആന്റണിയോട് വിയോജിച്ചത്. രാജിയെക്കുറിച്ച് അനിലുമായി സംസാരിക്കുമെന്നും ശശി തരൂർ. അനിൽ എൻ്റെ ഒപ്പം ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷെ അനിൽ നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് എന്താ അദ്ദേഹത്തിന് മനസ്സിലുള്ളതെന്ന്. അനിലിന്റെ പ്രവർത്തന മികവിനെ കുറിച്ച് നിയമിച്ചവർ പറയട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA. അദ്ദേഹത്തിന്റെ രാജി ആശയപരമായ ഒരു അനിവാര്യത തന്നെയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. കോൺഗ്രസ് കേവലം ഒരു സംഘടന മാത്രമല്ല, അതിന് ആശയപരമായ ഒരു ബേസ് ഉണ്ട്. കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ നയത്തിന്റെ ഉത്പന്നമാണ് അനിൽ കെ ആന്റണി എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ഒരു ഉപകരണമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദാർശനികമായ ഉള്ളടക്കം വേണം. ആ ദാർശനികമായ ഉള്ളടക്കം ഈ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുകൂലമായ സാഹചര്യമാണ് അവരെടുക്കുക. എന്നാൽ അനിൽ കെ ആന്റണിയുടെ രാജിയോട് പ്രതികരിക്കാൻ AK ആന്റണി തയ്യാറായില്ല. ചേർത്തലക്കാർക്ക് വേണ്ടി ആശംസ പറയുന്നു. പിന്നെ ബാക്കിയായിട്ടൊന്നും ഇപ്പോൾ പറയുന്നില്ല. അനിൽ കെ ആന്റണിയുടെ രാജിക്ക് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. 24, തിരുവനന്തപുരം. BBC ഡോക്യുമെന്ററിയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനോട് വിയോജിച്ച് ഡോക്ടർ ശശി തരൂർ MP ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം ചർച്ചയാക്കേണ്ടതില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കമാണ് ഡോക്യുമെന്ററിക്ക് പിന്നിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചു. ഡോക്യുമെന്ററി പ്രദർശനത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. ഇടത് സംഘടനകളുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഡോക്യുമെന്ററിയുടെ 2ാം ഭാഗത്തിന്റെ പ്രദർശനം സംസ്ഥാന വ്യാപകമായി ഇന്നും തുടർന്നു. സുപ്രീം കോടതി വിധി പറഞ്ഞതോടെ ഗുജറാത്ത് കലാപക്കേസിൽ തീർപ്പു കൽപ്പിക്കപ്പെട്ടു എന്നായിരുന്നു ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണം. എന്നാൽ ഡോക്യുമെന്ററിക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര നിലപാട് സ്വീകാര്യമല്ലെന്നും തരൂർ വ്യക്തമാക്കി. ഡോക്യുമെന്ററി രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കില്ലെന്ന് പറഞ്ഞ ശശി തരൂർ ഇക്കാര്യത്തിൽ അനിൽ ആന്റണിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്നും അറിയിച്ചു. നമ്മളുടെ സോവറൻറ്റിയെ അത്ര എളുപ്പത്തിൽ ബാധിക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. പലവരും ഈ വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ച് അസന്തുഷ്ടമായിരിക്കില്ല. പക്ഷെ ആ തീരുമാനം വന്ന ശേഷം പിന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. BBC ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം തള്ളിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും പറഞ്ഞു. G20 അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തതിൽ ചിലർക്കുള്ള രോഷമാണ് ഡോക്യുമെന്ററി ഇപ്പോൾ പുറത്തുവരാൻ കാരണമെന്നും ഗവർണർ. This is the time when India has assumed G20 presidency. Why this particular time has been chosen to bring out this scurrilous material?
ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിലൂടെ സംസ്ഥാന സർക്കാർ രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ശശി തരൂർ പറഞ്ഞത് BJP നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. അത് പ്രദർശിപ്പിക്കുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുനിൽക്കുന്നു. അവർ ചെയ്യുന്നത് നാടിന്റെ അഖണ്ഡത തകർക്കുകയാണ്. സംസ്ഥാനത്ത് BBC ഡോക്യുമെന്ററി പ്രദർശനവും പ്രതിഷേധവും 2ാം ദിവസവും തുടർന്നു. എറണാകുളം ലോ കോളേജിലെ പ്രദർശനം പ്രതിഷേധത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൽ കണ്ടാലറിയാവുന്ന 100ഓളം BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് യൂത്ത് ലീഗും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വിജയകുമാർ പറഞ്ഞതുപോലെ നാളെ ഗവർണറുടെ വസതിയിൽ അറ്റ് ഹോം വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി വരുന്നത്. നാളെ വൈകിട്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ വസതിയിലാണ് വിരുന്ന്. സർക്കാർ ഗവർണർ പോരിനെ തുടർന്ന് ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നാളത്തെ ഈ വിരുന്നിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. തനേഷ് തമ്പി കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് അയക്കും, അതല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല, കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് എന്ന് ഗവർണർ ഇന്ന് ഔദ്യോഗികമായി പറഞ്ഞ ഒരു ദിവസം കൂടിയാണ്. നാളത്തെ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. നയപ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മഞ്ഞുരുക്കലിൻ്റെ സൂചന കണ്ടു തുടങ്ങിയെന്ന്. അതിൻ്റെ അടുത്ത ഘട്ടമാണോ ഈ വിരുന്നിലൂടെ നമ്മൾ കാണാനും അറിയാനും പോകുന്നത്? വിജയകുമാർ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ 2 ബില്ലുകൾ, ലോകായുക്ത നിയമ ഭേദഗതി ബില്ലും സർവകലാശാല ബില്ലും ഇപ്പോഴും ഗവർണറുടെ കൈവശം തന്നെയാണ്. അതിൽ സർവകലാശാല ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഗവർണർ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. പക്ഷേ അതിനിടയിലും സർക്കാരുമായി ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സജി ചെറിയാനെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടിയാണ് മുഖ്യമന്ത്രിയും തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത്. പിന്നീട് സമരസപ്പെടുന്ന ഒരു രീതിയാണ് ഇരു കൂട്ടരും പരസ്പരം പ്രകടിപ്പിച്ചിരുന്നത് എന്ന് കാണാം. ഏറ്റവും ഒടുവിൽ നയപ്രഖ്യാപന പ്രസംഗം, അതിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഒഴിവാക്കുകയും ഗവർണർ പൂർണ്ണമായും ആ പ്രസംഗം വായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അസ്വസ്ഥതകളോ അസ്വാരസ്യങ്ങളോ ഇല്ലാതെ ഇരു കൂട്ടരും മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് റിപ്പബ്ലിക് ഡേ ദിനത്തിൻ്റെ ഭാഗമായുള്ള വിരുന്ന്, അതായത് അറ്റ് ഹോം വിരുന്ന്, ആ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ക്ഷണം മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ വിരുന്ന്, അതിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തത്. മാത്രമല്ല, മുഖ്യമന്ത്രി നടത്തിയ വിരുന്നിൽ ഗവർണറെ ക്ഷണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനൊക്കെ അയവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. നാളെ വൈകിട്ട് നടക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. കുടുംബാംഗങ്ങളുമായാണ് അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ഒരു മഞ്ഞുരുകലിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. വിജയകുമാർ. യെസ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രൈം ടൈം ന്യൂസിൽ കൂടുതൽ വാർത്തകളിലേക്ക്. പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കൾ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോഴും അവർ പറയുന്നത് ബ്യൂറോക്രസിയാണ് തീരുമാനമെടുക്കുന്നത്, അത് ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നുവെന്നാണ്. അത് അവർ പ്രതിരോധത്തിലാവുന്ന സമയത്തെ പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു തടസ്സം ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയെ വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ ഭവന നിർമ്മാണ ബോർഡ് നിർത്തലാക്കാനുള്ള നിർദ്ദേശമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. നയപരമായ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ എടുക്കേണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. തനേഷ് തമ്പി തുടരുന്നുണ്ട്. തനേഷ്, എന്താണ് സംഭവിച്ചത്? മന്ത്രി കെ രാജനും ചീഫ് സെക്രട്ടറിയും തമ്മിൽ ഈ ഒരു തർക്കത്തിലേക്ക് പോയത് എങ്ങനെയാണ്? വിജയകുമാർ, ചീഫ് സെക്രട്ടറി VP ജോയിക്കെതിരെ പരാതികൾ ഉയരുന്നത് ഇത് ആദ്യമായിട്ടല്ല. മന്ത്രിസഭാ യോഗത്തിൽ ഇതിനു മുൻപും CPI മന്ത്രിമാർ അദ്ദേഹത്തിനെതിരെ പരാതി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ചീഫ് സെക്രട്ടറിയോടുള്ള അതൃപ്തി CPI മന്ത്രിമാർക്ക് തുടരുന്നു എന്നതിൻ്റെ സൂചനയായി വേണം ഇന്നത്തെ കെ രാജൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ഭവന നിർമ്മാണ ബോർഡ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിർദ്ദേശമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. അങ്ങനെ ഭവന നിർമ്മാണ ബോർഡ് നിർത്തുന്നത് പോലുള്ള ഒരു വലിയ തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കഴിയില്ല. അത് നയപരമായി എടുക്കേണ്ട തീരുമാനമാണ്. അതിനിവിടെ മുന്നണിയും സർക്കാരുമൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് കെ രാജൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ വേണം എന്ന ആവശ്യം അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രശ്നത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി ഈ പ്രശ്നം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കാം എന്നും തുടർന്ന ചർച്ച ഇക്കാര്യത്തിൽ ആകാം എന്നുമുള്ള നിലപാടാണ് എടുത്തത്. അതോടുകൂടിയാണ് മന്ത്രി ശാന്തനായത്. ഏതായാലും രൂക്ഷമായ വിമർശനങ്ങൾ ഇത് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ആ വിമർശനം VP ജോയിക്ക് വീണ്ടും നേരിടേണ്ടി വന്നിരിക്കുന്നു. അതും CPI മന്ത്രിമാരുടെ അടുത്തു നിന്ന് തന്നെ എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ.
യെസ്, തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭാ യോഗത്തിലാണ് റവന്യൂ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും തമ്മിൽ നയപരമായ വിഷയത്തെ ചൊല്ലി തർക്കമുണ്ടായത്. ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ മനുഷ്യ മൃഗ സംഘർഷത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്നതാണ്. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. ആനയിറങ്കൽ മേഖലയിൽ കാട്ടാന ആക്രമണം തടയാൻ നിയോഗിച്ചിരുന്ന ശക്തിവേലാണ് കൊല്ലപ്പെട്ടത്. അതേസമയം കൊല്ലപ്പെട്ട വാച്ചറുടെ കുടുംബത്തിന് ആശ്രിത നിയമനം നൽകുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് സംഭവം. പന്നിയാർ എസ്റ്റേറ്റിലെ തേയിലയ്ക്കുള്ളിൽ കുട്ടിയാന ഉൾപ്പെടെ 3 കാട്ടാനകൾ നിൽക്കുന്നതായി തൊഴിലാളികൾ ശക്തിവേലിനെ അറിയിച്ചു. കാട്ടാനകൾ ഏതു ഭാഗത്താണ് നിൽക്കുന്നതെന്ന് നോക്കാനായാണ് ശക്തിവേൽ എത്തിയത്. സ്കൂട്ടർ റോഡരികിൽ വെച്ച ശേഷം തേയിലക്കാട്ടിലേക്ക് കയറി. മൂടൽമഞ്ഞ് കാരണം ആനകളെ കാണാൻ പറ്റാതെ മുന്നിൽ അകപ്പെട്ടു എന്നാണ് നിഗമനം. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതിരിക്കുകയും മൊബൈലിൽ വിളിച്ചിട്ട് എടുക്കാതെ വരികയും ചെയ്തതോടെ ബന്ധുക്കൾ അന്വേഷിച്ചെത്തി. സ്കൂട്ടർ കണ്ട് തേയിലയ്ക്കുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടെ നിന്ന് കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി രാവിലെ ഈ പയ്യൻ ഈ വാച്ചറാണ് യാണ ഉണ്ടോ നോക്കാൻ വരും. യാണ ഉണ്ടോ നോക്കിയിട്ട് പോയിട്ട് ഇതിനെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടും. അങ്ങനെ നോക്കാൻ വരുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ ബംഗ്ലാ അടുത്ത് ഈ ആന ഇവനെ തടഞ്ഞ് ഇവൻ ഓടി രക്ഷപ്പെടും. തേയിലേക്ക് അകത്ത് പോയി യാന ഇവനെ പിടിച്ച് അടിച്ചു കൊന്നു. അപകടകാരികളായ ആനകളെ പ്രദേശത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചു. ശക്തിവേലിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 15 ലക്ഷം രൂപ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് ജീവൻ പണയം വെച്ചാണ് അവരുടെ देशवासियों नमस्कार। 74वें गणतंत्र दिवस की पूर्व संध्या पर देश और विदेश में रहने वाले आप सभी भारत के लोगों को मैं हार्दिक बधाई देती हूँ। संविधान के लागू होने के दिन से लेकर आज तक हमारी यात्रा अद्भुत रही है और इससे कई अन्य देशों को प्रेरणा मिली है। प्रत्येक नागरिक को भारत की गौरव गाथा पर गर्व का अनुभव होता है। जब हम गणतंत्र दिवस मनाते हैं तब एक राष्ट्र के रूप में हमने मिलजुल कर जो उपलब्धियां प्राप्त की है उनका हम उत्सव मनाते हैं। भारत विश्व की सबसे पुरानी जीवंत सभ्यताओं में से एक है। भारत को लोकतंत्र की जननी कहा जाता है, फिर भी हमारा आधुनिक गणतंत्र युवा है। स्वतंत्रता के प्रारंभिक वर्षों में हमें अनगिनत चुनौतियों और प्रतिकूल परिस्थितियों का सामना करना पड़ा। लंबे विदेशी शासन के अनेक बुरे परिणामों में से 2 कुप्रभाव थे, भयंकर गरीबी और निरक्षरता। फिर भी भारत अविचलित रहा। आशा और विश्वास के साथ हमने मानव जाति के इतिहास में एक अनूठा प्रयोग शुरू किया। इतनी बड़ी संख्या में इतनी विविधताओं से भरा जनसमुदाय एक लोकतंत्र के रूप में एकजुट नहीं हुआ था। ऐसा हमने इस विश्वास के साथ किया कि हम सब एक ही हैं और हम सभी भारतीय हैं। इतने सारे पंथों और इतनी सारी भाषाओं ने हमें विभाजित नहीं किया है बल्कि हमें जोड़ा है। इसलिए हम एक लोकतांत्रिक गणतंत्र के रूप में सफल हुए हैं। यही भारत का सार तत्व है। ये सार तत्व संविधान के केंद्र में रहा है और समय की कसौटी पर खरा उतरा है। स्वतंत्रता संग्राम के आदर्शों के अनुरूप हमारा गणतंत्र को आधार देने वाला संविधान बना। महात्मा गांधी के नेतृत्व में राष्ट्रीय आंदोलन का उद्देश्य स्वतंत्रता प्राप्त करना भी था और भारतीय आदर्शों को फिर से स्थापित करना भी था। उन दशकों के संघर्ष और बलिदान ने हमें न केवल विदेशी शासन से बल्कि थोपे गए मूल्यों और संकीर्ण विश्व दृष्टिकोण से भी आज़ादी दिलाने में मदद की। शांति, बंधुता और समानता के हमारे सदियों पुराने मूल्यों को फिर से अपनाने में क्रांतिकारियों और सुधारकों ने दूरदर्शी और आदर्शवादी विभूतियों के साथ मिलकर काम किया।
जिन लोगों ने आधुनिक भारतीय चिंतन धारा को प्रवाह दिया, उन्होंने आन भद्राः कृतवयन्तु विश्वतः, अर्थात हमारे पास सभी दिशाओं से अच्छे विचार आए कि वैदिक उपदेश के अनुसार प्रगतिशील विचारों का भी स्वागत किया। लंबे और गहन विचार मंथन के परिणाम स्वरूप हमारे संविधान की संरचना हुई। हमारा ये बुनियादी दस्तावेज दुनिया की सबसे प्राचीन जीवंत सभ्यता के मानवतावादी दर्शन के साथ साथ आधुनिक विचारों से भी प्रेरित है। हमारा देश बाबा साहेब भीमराव अंबेडकर का सदैव ऋणी रहेगा, जिन्होंने प्रारूप समिति की अध्यक्षता की और संविधान को अंतिम रूप देने में महत्वपूर्ण भूमिका निभाई। आज के दिन हमें संविधान का प्रारंभिक मसौदा तैयार करने वाले विधिवेत्ता श्री BN राव तथा अन्य विशेषज्ञों और अधिकारियों को भी स्मरण करना चाहिए, जिन्होंने संविधान निर्माण में सहायता की थी। हमें इस बात का गर्व है कि उस संविधान सभा के सदस्यों ने भारत के सभी क्षेत्रों और समुदायों का प्रतिनिधित्व किया। संविधान निर्माण में सभा की 15 महिला सदस्यों ने भी योगदान दिया। संविधान में निहित आदर्शों ने निरंतर हमारे गणतंत्र को राह दिखाई है। इस अवधि के दौरान भारत एक गरीब और निरक्षर राष्ट्र की स्थिति से आगे बढ़ते हुए विश्व मंच पर एक आत्मविश्वास से भरे राष्ट्र का स्थान ले चुका है। संविधान निर्माताओं की सामूहिक बुद्धिमत्ता से मिली मार्गदर्शन के बिना प्रगति संभव नहीं थी। बाबा साहेब आम्बेडकर और अन्य विभूतियों ने हमें एक मानचित्र तथा एक नैतिक आधार प्रदान किया। उस राह पर चलने की जिम्मेदारी हम सब की है। हम काफ़ी हद तक उनकी उम्मीदों पर खरे उतरे भी हैं, लेकिन हम ये महसूस करते हैं कि गांधी जी के सर्वोदय की आदर्शों को प्राप्त करना अर्थात सभी का उत्थान किया जाना अभी बाकी है। फिर भी हमने सभी क्षेत्रों में उत्साहजनक प्रगति हासिल की है। प्यारे देशवासियों, सर्वोदय के हमारे मिशन में आर्थिक मंच पर हुई प्रगति सबसे अधिक उत्साहजनक रही है। पिछले साल भारत दुनिया की 5वीं सबसे बड़ी अर्थव्यवस्था बन गया। ये उल्लेख करना जरूरी है कि ये उपलब्धि आर्थिक अनिश्चितता से भरी वैश्विक पृष्ठभूमि में प्राप्त की गई है। वैश्विक महामारी चौथे वर्ष में प्रवेश कर चुकी है और दुनिया के अधिकांश हिस्सों में आर्थिक विकास पर इसका प्रभाव पड़ रहा है। शुरुआती दौर में कोविड-19 से भारत की अर्थव्यवस्था को भी काफ़ी क्षति पहुंची। फिर भी सक्षम नेतृत्व और प्रभावी संघर्षशीलता के बल पर हम शीघ्र ही मंदी से बाहर आ गए और अपनी विकास यात्रा को फिर से शुरू किया। अर्थव्यवस्था के अधिकांश क्षेत्र अब महामारी के प्रभाव से बाहर आ गया है। भारत सबसे तेजी से बढ़ते हुए बड़ी अर्थव्यवस्था में से एक है और सरकार द्वारा समय पर किए गए सक्रिय प्रयासों द्वारा ही संभव हो पाया है। इस संदर्भ में आत्मनिर्भर भारत अभियान के प्रति जन सामान्यों के बीच विशेष उत्साह देखा जा रहा है। इसके अलावा विभिन्न क्षेत्रों के लिए विशेष प्रोत्साहन योजनाएं भी लागू की गई है। ये बड़े ही संतोष के विषय है कि जो लोग हाशिए पर रह गए थे उनका भी योजनाओं और कार्यक्रम में समावेश किया गया है तथा कठिनाई में उनकी मदद की गई है। मार्च 2020 में घोषित प्रधानमंत्री गरीब कल्याण अन्न योजना पर अमल करते हुए सरकार ने उस समय गरीब परिवारों के लिए खाद्य सुरक्षा सुनिश्चित की जब हमारे देशवासी कोविड-19 की महामारी के कारण अकस्मात
उत्पन्न हुए आर्थिक व्यवधान का सामना कर रहे थे। इस सहायता की वजह से किसी को भी खाली पेट नहीं सोना पड़ा। गरीब परिवारों के हित को सर्वोपरि रखते हुए इस योजना की अवधि को बार बार बढ़ाया गया तथा लगभग 81 करोड़ देशवासी लाभान्वित होते रहे। इस सहायता को आगे बढ़ाते हुए सरकार ने घोषणा की है कि वर्ष 2023 के दौरान भी लाभार्थियों को उनका मासिक राशन मुफ्त में मिलेगा। इस ऐतिहासिक कदम से सरकार ने कमजोर वर्गों को आर्थिक विकास में शामिल करने के साथ साथ उनकी देखभाल की जिम्मेदारी भी ली है। हमारे अर्थव्यवस्था का आधार सुदृढ़ होने के कारण हम उपयोगी प्रयासों का सिलसिला शुरू करने और उसे आगे बढ़ाने में सक्षम हो सके। हमारा अंतिम लक्ष्य एक ऐसा वातावरण बनाना है जिससे सभी नागरिक व्यक्तिगत और सामूहिक रूप से अपनी वास्तविक क्षमताओं का पूरा उपयोग करें और उनका जीवन फले फूले। इस उद्देश्य की प्राप्ति के लिए शिक्षा ही आधारशिला तैयार करती है। इसीलिए राष्ट्रीय शिक्षा नीति में महत्वाकांक्षी परिवर्तन किए गए हैं। शिक्षा के दो प्रमुख उद्देश्य कहे जा सकते हैं। पहले आर्थिक और सामाजिक सशक्तिकरण और दूसरा सत्य की खोज। राष्ट्रीय शिक्षा नीति इन दोनों लक्ष्यों को प्राप्त करने का मार्ग प्रशस्त करती है। यह नीति शिक्षार्थियों को 21वीं सदी की चुनौतियों के लिए तैयार करते हुए हमारी सभ्यता पर आधारित ज्ञान को समकालीन जीवन के लिए प्रासंगिक बनाती है। इस नीति में शिक्षा प्रक्रिया को विस्तार और गहराई प्रदान करने के लिए प्रौद्योगिकी की महत्वपूर्ण भूमिका को रेखांकित किया गया है। हमें कोविड-19 के शुरुआती दौर में ये देखने को मिला कि प्रौद्योगिकी में जीवन को बदलने की संभावनाएं होती है। डिजिटल इंडिया मिशन के तहत गांव और शहर की दूरी को समाप्त करके सूचना और संचार प्रौद्योगिकी को समावेशी बनाने का प्रयास किया जा रहा है। दूर दराज के स्थानों में अधिक से अधिक लोग इंटरनेट का लाभ उठा रहे हैं। बुनियादी ढांचे में हुए विस्तार की सहायता से सरकार द्वारा उपलब्ध कराए जा रहे विभिन्न प्रकार की सेवाएं लोगों को प्राप्त हो रहा है। हम विज्ञान और प्रौद्योगिकी के क्षेत्र में अपनी उपलब्धियों पर गर्व का अनुभव कर सकते हैं। अंतरिक्ष प्रौद्योगिकी के क्षेत्र में भारत गिने चुने अग्रणी देशों में से एक रहा है। इस क्षेत्र में काफ़ी समय से लंबित सुधार किए जा रहा है और अब निजी उद्यमों को इस विकास यात्रा में शामिल होने के लिए आमंत्रित किया गया है। भारतीय अंतरिक्ष यात्रियों को ले जाने के लिए गगनयान कार्यक्रम प्रगति पर है। ये भारत की पहली मानवयुक्त अंतरिक्ष उड़ान होगी। हम सितारों तक पहुंचकर भी अपने पांव जमीन पर रखते हैं। भारत का मंगल मिशन असाधारण महिलाओं की एक टीम द्वारा संचालित किया गया था और अन्य क्षेत्रों में भी बहनों और बेटियां आप पीछे नहीं है। महिला सशक्तिकरण तथा महिला और पुरुष के बीच समानता अब केवल नारे नहीं रह गए हैं। हमने हाल के वर्षों में इन आदर्शों तक पहुंचने की दिशा में काफ़ी प्रगति की है। बेटी बचाओ बेटी पढ़ाओ अभियान में लोगों की भागीदारी के बल पर हर कार्य क्षेत्र में महिलाओं का प्रतिनिधित्व बढ़ रहा है। राज्य की अपनी यात्राओं, शिक्षण संस्थानों के कार्यक्रमों और प्रोफेशनल्स के विभिन्न प्रतिनिधि मंडलों से मिलने के दौरान मैं युवतियों के आत्मविश्वास से बहुत प्रभावित होती हूँ। मेरे मन में कोई संदेह नहीं है कि महिलाओं की आने वाले काल के भारत को स्वरूप देने के लिए अधिकतम योगदान देंगे। यदि आधी आबादी को राष्ट्र निर्माण में अपनी श्रेष्ठतम क्षमता के अनुसार योगदान करने की अवसर दिया जाए तथा उन्हें प्रोत्साहित किया जाए तो ऐसे कौन सा चमत्कार है
जो नहीं किया जा सकता है। सशक्तिकरण की यही दृष्टि अनुसूचित जातियों और अनुसूचित जनजातियों सहित कमजोर वर्गों के लोगों के लिए सरकार की कार्यप्रणाली का मार्गदर्शन करती है। वास्तव में हमारा उद्देश्य न केवल उन लोगों के जीवन की बाधाओं को दूर करना और उनके विकास में मदद करना, बल्कि उन समुदाय से सीखना भी है। विशेष रूप से जनजातीय समुदाय के लोग पर्यावरण की रक्षा से लेकर समाज को और अधिक एकजुट बनाने तक कई क्षेत्रों में सीख दे सकते हैं। प्यारे देशवासियों, शासन के सभी पहलुओं में बदलाव लाने और लोगों की रचनात्मक ऊर्जा को उजागर करने के लिए हाल के वर्षों में किए गए प्रयासों की श्रृंखला के परिणाम स्वरूप अब विश्व समुदाय भारत को सम्मान की नई दृष्टि से देखता है। विश्व के विभिन्न मंचों पर हमारी सक्रियता से सकारात्मक बदलाव आने शुरू हो गया है। विश्व मंच पर भारत ने जो सम्मान अर्जित किया है, उसके फलस्वरूप देश को नए अवसर और जिम्मेदारियां भी मिली है। जैसा कि आप सब जानते हैं, इस वर्ष भारत G20 देशों के समूह की अध्यक्षता कर रहा है। विश्व बंधुत्व के अपने आदर्श के अनुरूप हम सभी की शांति और समृद्धि के पक्षधर है। G20 की अध्यक्षता एक बेहतर विश्व के निर्माण में योगदान हेतु भारत को अत्यंत महत्वपूर्ण भूमिका प्रदान करती है। इस प्रकार G20 की अध्यक्षता लोकतंत्र और मल्टीलेटरलिज्म को बढ़ावा देने का अच्छा अवसर भी है और साथ ही एक बेहतर विश्व और बेहतर भविष्य को स्वरूप देने के लिए उचित मंच भी है। मुझे विश्वास है कि भारत के नेतृत्व में G20 अधिक न्यायपरक और स्थिरतापूर्ण विश्व व्यवस्था के निर्माण के अपने प्रयासों को और आगे बढ़ाने में सफल होगा। G20 के सदस्य देशों के कुल मिलाकर विश्व की आबादी में लगभग 2/3 और ग्लोबल GDP में लगभग 85% हिस्सा है। इसलिए ये वैश्विक चुनौतियों पर चर्चा करने और उनके समाधान के लिए एक आदर्श मंच है। मेरे विचार से ग्लोबल वार्मिंग और जलवायु परिवर्तन ऐसे चुनौतियां हैं जिनका सामना शीघ्रता से करना है। वैश्विक तापमान बढ़ रहा है और मौसम में बदलाव के चरम रूप दिखाई पड़ रहा है। हमारे सामने एक गंभीर दुविधा है। अधिक से अधिक लोगों को गरीबी से बाहर निकालने के लिए आर्थिक विकास जरूरी है, लेकिन इस विकास के लिए फॉसिल फ्यूल का प्रयोग भी करना पड़ता है। दुर्भाग्य से ग्लोबल वार्मिंग का सबसे अधिक कष्ट गरीब तबके के लोगों को सहन करना पड़ता है। ऊर्जा के वैकल्पिक स्रोतों को विकसित करना और लोकप्रिय बनाना भी एक समाधान है। भारत ने सौर ऊर्जा और इलेक्ट्रिक वाहनों को നീതിഗത പ്രോത്സാഹനം ദേക്കാർ ഈ ദിശാമേ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭാരതത്തിന്റെ പാരമ്പര്യം, സംസ്കാരം ഇവയിലൊക്കെ ഊന്നിയ കാര്യങ്ങളാണ്, നേട്ടങ്ങൾ, ഇതൊക്കെയാണ് രാഷ്ട്രപതി എടുത്തു പറഞ്ഞത്. പ്രത്യേകിച്ച് രാജ്യം 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായി സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടം കൈവരിച്ചു. അതുപോലെ തന്നെ എല്ലാ സംസ്കാരങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ഇതായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലെ കോവിഡ് കാലത്തെ ഇന്ത്യയുടെ പരിശ്രമങ്ങൾ, കോവിഡിന് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ്, ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ക്ഷേമ പദ്ധതികൾ പാവപ്പെട്ടവരെ എത്രത്തോളം സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി. അതുപോലെ തന്നെ രാഷ്ട്ര നിർമ്മാതാക്കൾ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പ്രധാന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജഡ്ജിമാർക്ക് നൽകാനെന്ന വ്യാജേന കോഴ വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെ ചോദ്യം ചെയ്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ജഡ്ജിമാർക്ക് പണം നൽകിയിട്ടില്ലെന്ന മൊഴി സൈബി ആവർത്തിച്ചു. അതിനിടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സൈബി ജോസിനെ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തി. ജഡ്ജിമാർക്ക് കോഴ നൽകാനെന്ന പേരിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ഹൈക്കോടതി വിജിലൻസിന്റെ കണ്ടെത്തൽ. സൈബിക്ക് പണം നൽകിയ പീഡനക്കേസിൽ പ്രതിയായിരുന്ന നിർമ്മാതാവിൽ നിന്ന്
പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. ഇയാളുടെ മൊഴിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സേതുരാമൻ അഡ്വക്കേറ്റ് സൈബിയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 4 മണിക്കൂറോളം നീണ്ടു. താൻ വാങ്ങിയത് വക്കീൽ ഫീസാണെന്ന് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ പോലീസിനോടും ആവർത്തിച്ചു. ജഡ്ജിമാർക്ക് പണം നൽകിയിട്ടില്ലെന്ന് സൈബി ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ വിശദമായ റിപ്പോർട്ട് കമ്മീഷണർ DGPക്ക് കൈമാറും. അതിനിടെ അഡ്വക്കേറ്റ് സൈബിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തി. ആരോപണം ഗൗരവതരമെന്ന് അഭിഭാഷക പരിഷത്ത്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് എന്നീ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. സൈബി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നാണ് ആവശ്യം. 24 കൊച്ചി. പുതുക്കിയ ശമ്പളത്തിന്റെ കുടിശ്ശിക ആവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോം നൽകിയ കത്ത് പുറത്ത്. കായിക യുവജന വകുപ്പ് സെക്രട്ടറിക്കാണ് ചിന്ത കത്തയച്ചത്. 17 മാസത്തെ ശമ്പള കുടിശ്ശിക ഇനത്തിൽ 8.5 ലക്ഷം രൂപ അനുവദിച്ചത് ചിന്ത ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ശമ്പള വർധനവും അതിന് മുൻകാല പ്രാബല്യവും നൽകി കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ടില്ലെന്നായിരുന്നു യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ചിന്ത പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കത്ത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 18-ന് ചിന്ത തന്നെ ഒപ്പിട്ട യുവജനകാര്യ സെക്രട്ടറി M ശിവശങ്കറിന് അയച്ച കത്തിൽ ആവശ്യം വ്യക്തമായി പറയുന്നുണ്ട്. 2016 ഒക്ടോബർ മുതൽ 2018 മെയ് വരെയുള്ള കാലയളവിൽ അഡ്വാൻസായി ഓരോ മാസവും 50,000 രൂപ കൈപ്പറ്റിയ തുകയും നിജപ്പെടുത്തിയ ചട്ടങ്ങളിലെ ശമ്പളവും തമ്മിലുള്ള കുടിശ്ശിക അനുവദിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ പരിഗണിച്ചാണ് 2017 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം നൽകി 17 മാസത്തെ കുടിശ്ശികയായ 8.5 ലക്ഷം രൂപ ചിന്തയ്ക്ക് സർക്കാർ ഇന്നലെ അനുവദിച്ചത്. യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം 1 ലക്ഷം രൂപയായി നിശ്ചയിച്ചത് 2018-ലാണ്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പണം അനുവദിച്ചത് വിവാദത്തിനിടയാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. യുവ സംവിധായക നയന സൂര്യന്റെ മുറിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത തൊണ്ടിമുതലുകളിൽ ചിലത് കണ്ടെത്തി. ബെഡ്ഷീറ്റ്, തലയിണയുറ, വസ്ത്രങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത്. എന്നാൽ നയനയുടെ മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെയാണ് ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ശേഖരിച്ച നിർണായക തൊണ്ടിമുതലുകൾ കാണാനില്ലെന്ന വിവരം പുറത്തറിഞ്ഞത്. RDO കോടതി മ്യൂസിയം പോലീസിന് സൂക്ഷിക്കാൻ കൈമാറിയ തൊണ്ടിമുതലുകൾ കാണാനില്ല എന്നത് അട്ടിമറി സംശയം ബലപ്പെടുത്തി. ഇത് കണ്ടെത്തി ഏൽപ്പിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് മ്യൂസിയം പോലീസിന് കത്തും നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരം പോലീസുകാർ നടത്തിയ തെരച്ചിലിലാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. നയനയുടെ മുറിയിൽ നിന്ന് ശേഖരിച്ച പുതപ്പ്, തലയണ ഉറ, മറ്റു ചില വസ്ത്രങ്ങൾ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നിടത്തു നിന്നാണ് ഇവ കണ്ടെത്തിയത്. തൊണ്ടിമുറിയിലെ ക്രമനമ്പറിൽ വന്ന പിശകെന്നായിരുന്നു പോലീസ് വിശദീകരണം. എന്നാൽ നയനയുടെ മൃതദേഹത്തിൽ നിന്നുമെടുത്ത അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും കണ്ടെത്തിയില്ല. അന്വേഷണം മുന്നോട്ടു പോകണമെങ്കിൽ വസ്ത്രങ്ങൾ പരിശോധിക്കുക നിർണായകമാണ്. നിലവിൽ കേസിന്റെ ആദ്യഘട്ട അന്വേഷണമായ മൊഴിശേഖരണമാണ് പുരോഗമിക്കുന്നത്. 24 തിരുവനന്തപുരം. ഏറെ സജീവമായ ഒരു വാർത്താ പകലിലൂടെ നമ്മൾ കടന്നുപോയി. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ പ്രൈം ടൈം ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശവും അതിനിടയിലെത്തി, അല്ലേ? അതെ.